ഗലാത്യ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. പറ. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. അപ്പോ why then was the law given at all? It was added because of transgressions until the seed to whom the promise referred had come. ഒന്നുകൂടെ മലയാളം വാക്യം ഒന്നുകൂടെ വായിക്കാം. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തത്. മതി. 2 പോയിന്റ് ഇതിന്റെ അകത്തുണ്ട്. 1-2 പോയിന്റുകൾ ഇതിന്റെ അകത്തുണ്ട്. ന്യായപ്രമാണം എന്തിന്? എല്ലാരും ചോദിച്ചേ. ന്യായപ്രമാണം എന്തിന്? എല്ലാരും ഒന്ന് ചോദിച്ചേ, ന്യായപ്രമാണം എന്തിന്? ഹല്ലേലൂയ. ന്യായപ്രമാണം എനിക്ക് ആവശ്യമില്ല. എല്ലാ ചർച്ചുകളും ഓടിക്കുന്നത് ഉപദേശത്തിലാണ്. ഒരു ദിവസം ഞാൻ റൂമിലിരുന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ നിന്റെ ചർച്ച നീ ഉപദേശത്തിൽ ഓടിക്കരുതെന്ന്. പേടിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവ് ഉപദേശ ശുദ്ധിയിലല്ലേ ഞങ്ങൾ നിൽക്കേണ്ടത്, ഉപദേശത്തിന്റെ തീവ്രതയിലല്ലേ ഞങ്ങൾ നിൽക്കേണ്ടത്. കർത്താവ് പറഞ്ഞു, അതൊക്കെ LKG ആ മോനെ. കർത്താവ് പറഞ്ഞു അതൊക്കെ LKG. കർത്താവിനോടന്ന് പറഞ്ഞു, മോനെ നീ ഉപദേശത്തിലല്ല നിൽക്കേണ്ടത്, നീ ആത്മാവിലാണ് നിൽക്കേണ്ടത്. നീ ആത്മാവിൽ നിൽക്കുമ്പോൾ നീ ഉപദേശത്തിന്റെ 1000 മടങ്ങ് മുകളിൽ പറക്കും. നീ ആത്മാവിൽ നിൽക്കുമ്പോൾ ഉപദേശം നിനക്ക് തരുന്ന സ്റ്റാൻഡേർഡിന്റെ 1500 അടി മുകളിൽ നീ പറക്കും. ആദാമിനും ഹൗവയ്ക്കും ദൈവം ന്യായപ്രമാണം കൊടുത്തിരുന്നില്ല. കാരണം അവർ മഹത്വത്തിലായിരുന്നു. നല്ലൊരു ആമീൻ പറഞ്ഞേ. ആദാമിനും ഹൗവയ്ക്കും ദൈവം എന്തോ കൊടുത്തില്ല? ന്യായപ്രമാണം കൊടുത്തില്ല. ന്യായപ്രമാണം ആര് മുഖാന്തരം വന്നു? മോശ മുഖാന്തരം വന്നു. ഹല്ലേലൂയ. 23-ാമത്തെ വാക്യം. വിശ്വാസം വരും മുമ്പേ നമ്മിൽ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ശിശുപാലകനാണ് ഈ ന്യായപ്രമാണം. ആരുടെ അടുക്കലേക്ക് നമ്മളെ നയിക്കുവാൻ? ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നയിക്കുന്നിടം വരെ ഉള്ളൂ ന്യായപ്രമാണത്തിന്റെ ആവശ്യം. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിലേക്ക് വന്നാൽ ന്യായപ്രമാണ ജീവിതത്തിൽ നിന്ന് നമ്മൾ വെളിയിലേക്ക് വരണം. നല്ലൊരു ആമീൻ പറഞ്ഞേ. നല്ലൊരു ആമീൻ പറഞ്ഞേ. ആ സ്റ്റാൻഡേർഡിൽ മാത്രമേ ഗ്ലോറി ഓൺ ആകത്തുള്ളൂ. എല്ലാ ഫാക്ടറിയും ഓൺ ആകണം, ലൈറ്റ് ഓൺ ആകണം, ഫാൻ ഓൺ ആകണമെങ്കിൽ ചില കണ്ടീഷനുകളുണ്ട്. അതുപോലെ ഗ്ലോറി ഓൺ ആകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യായപ്രമാണത്തിന്റെ നല്ലത് ചീത്ത എന്നുള്ളതിൻ്റെ വെളിയിലുള്ളൊരു സ്റ്റാൻഡേർഡ്, അതിനേക്കാൾ മുകളിലുള്ളൊരു സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ വരണം. നല്ലൊരു ആമീൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന് മുകളിലുള്ള ഒരു ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 5 വന്നാതെ. ഗലാത്യ ലേഖനം 5:18 ഒന്ന് വായിച്ചേ. ഗലാത്യ ലേഖനം 5:18. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. ഒന്നുകൂടെ വായിച്ചേ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരല്ല. ഒന്നുകൂടെ എന്റെ കൂടെ പറഞ്ഞേ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ അല്ല. ഒരു ദിവസം ഞാനിത് വീട്ടിൽ പ്രസംഗിച്ചപ്പോഴാണ് എൻ്റെ പപ്പ ഈ വാക്യം ആദ്യമായിട്ട് കാണുന്നത്. മോനെ തെറ്റിപ്പോയി. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ അവർ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരെന്നാണെന്ന്. ഞാൻ പറഞ്ഞു, പപ്പ ഒന്നുകൂടെ വാക്യം ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പൊ പപ്പ ഒന്നുകൂടെ ആ വാക്യത്തെ നോക്കി. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവർ അല്ലെന്നോ? ശരി, ഒന്നുകൂടെ വായിച്ചേ. But if you are led by the Spirit, you are not under the law.
ഹല്ലേലൂയ. യു ആർ നോട്ട് അണ്ടർ ദ ലോ. ഹല്ലേലൂയ. അപ്പൊ മഹത്വ ജീവിതം ലോയുടെ കീഴിലല്ല. നമ്മളെ ലോയുടെ കീഴിൽ വന്നുള്ള ഒരു അടിമയുടെ ജീവിതമല്ല, പുത്രത്വത്തിന്റെ ജീവിതമാണ്. ആമേൻ. ഹല്ലേലൂയ. 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 ഒരു അടിമയ്ക്ക് നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യണമെങ്കിലും അവൻ കൽപ്പനകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, ഓർഡേഴ്സിന് വേണ്ടി അവൻ വെയിറ്റ് ചെയ്യും. ഹല്ലേലൂയ. പക്ഷെ പുത്രൻ ഓർഡർ വെച്ചല്ല നീങ്ങുന്നത്, ഹൃദയം വെച്ചാണ് നീങ്ങുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പുത്രൻ എങ്ങനെയാ ചലിക്കുന്നത്? ഹൃദയം. അവന്റെ ഹൃദയത്തിൽ അറിയാം, ഇതാ നല്ലത്, ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് എൻ്റെ പിതാവിന് ഇഷ്ടമുള്ളത്. ആ ദിശയിലേക്ക് ദൈവം നമ്മളെ നീക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി ആമേൻ പറഞ്ഞാട്ടെ. നമ്മള് ഈ നോർമൽ സ്റ്റാൻഡേർഡ് വിട്ടെന്ന് ചലിക്കാൻ നമ്മള് തയ്യാറാകണം. ഹല്ലേലൂയ. ഈ നോർമൽ സ്റ്റാൻഡേർഡ് വിട്ട് ഒന്ന് ചലിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഹല്ലേലൂയ ആത്മാവിൽ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവർ അല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി ഗലാത്യലേഖനം 5:1 ഒന്ന് വായിച്ചേ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഓക്കെ, ഇവിടെ അടിമനുഖം എന്നൊരു വേർഡുണ്ട്. ഈ അടിമനുഖം എന്നുള്ളത് എല്ലാവരും പ്രസംഗിക്കുന്നത് കഞ്ചാവ്, മദ്യപാനം, വെറിക്കൂത്ത് ഇതൊക്കെയാണ്. എന്നാൽ അതല്ല അടിമനുഖം, ന്യായപ്രമാണമാണ് ഇവിടുത്തെ അടിമനുഖം. ബൈബിൾ പഠിച്ച ബ്രദർ ഇവിടെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ കമൻട്രി വായിക്കാനുള്ളവർക്ക് വായിച്ചു നോക്കാം. ഇതെല്ലാവരും പ്രസംഗിക്കുന്നത് അടിമനുഖം എന്ന് പറഞ്ഞാൽ കഞ്ചാവ്, മയക്കുമരുന്ന്, മദ്യപാനം, ഇതിൽ നിങ്ങൾ അടിമപ്പെട്ടു പോകരുത് എന്നുള്ളൊരു വചനമാണ് അവർ പ്രസംഗിക്കുന്നത്. പക്ഷേ അതല്ല ഇവിടുത്തെ അർത്ഥം. ഇവിടുത്തെ അർത്ഥം എന്താണ്? നിങ്ങൾ ന്യായപ്രമാണമെന്ന അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. കാരണം ന്യായപ്രമാണത്തിന് ഒരാളെ പുത്രനാക്കാൻ കപ്പാസിറ്റി ഇല്ല. അവിടെ ഒരു അടിമനുഖം വരികയാണ്. അവൻ എന്നും ഒരു വേലക്കാരൻ്റെ മൈൻഡ് സെറ്റ് ഉണ്ട്. ഹല്ലേലൂയ. എന്നും എന്തുകൊണ്ട്? ഒരു വേലക്കാരൻ്റെ മൈൻഡ് സെറ്റ്. ആ വേലക്കാരൻ്റെ മൈൻഡ് സെറ്റ് ഒന്ന് പൊളിഞ്ഞാലേ ഗ്ലോറിയുടെ മൈൻഡ് സെറ്റ് ഒന്ന് നമുക്ക് സ്വിച്ച് ഓൺ ആയി കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞേട്ടെ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വേലക്കാരന്റെ മനോഭാവം, അടിമയുടെ മനോഭാവം, അതൊരു അടിമനുഖമാണ്. ഹല്ലേലൂയ. ആ അടിമനുഖം ഒന്ന് തകർത്ത് നമുക്ക് മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. സ്വാതന്ത്ര്യത്തിനായിട്ട് അതാണോ? അടുത്ത വാക്യം വായിക്കും. 2-ാം വാക്യം. നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല എന്ന് പൗലോസ് ഞാൻ നിങ്ങളോട് പറയുന്നു. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഹല്ലേലൂയ. അപ്പൊ ഇവിടുത്തെ അടിമനുഖം എന്തായിരുന്നു എന്ന് ഇപ്പം ക്ലിയർ ആയി. 5:1 അടിമനുഖം എന്നുള്ളത് മാത്രം വായിച്ചാൽ നമ്മൾ വിചാരിക്കും കഞ്ചാവ്, മയക്കുമരുന്ന്, മദ്യപാനം ഒക്കെ ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷെ 4-ാം വാക്യത്തിലോട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി പൗലോസ് ഉദ്ദേശിക്കുന്ന അടിമനുഖം ന്യായപ്രമാണമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ജസ്റ്റ് നമ്മൾ ഉപദേശത്തിന്റെ റൂട്ടിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ അടിമയുടെ മനോഭാവത്തിലേക്ക് വരും. ഹല്ലേലൂയ. പുത്രത്വത്തിന്റെ മനോഭാവം നമുക്ക് നഷ്ടപ്പെടും. ഇവിടുത്തെ അടിമനുഖം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം ആകുന്ന അടിമനുഖം. ഹല്ലേലൂയ. ആ അടിമനുഖത്തിന്റെ കീഴിലേക്ക് നമ്മൾ പോകാതെ പരിശുദ്ധാത്മാവ് നമ്മളെ അവിടുന്ന് ലിഫ്റ്റ് ചെയ്ത് ഗ്ലോറി എന്ന മനോഭാവത്തിലേക്ക്, ഗ്ലോറി എന്ന ഡയമെൻഷനിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ സെറ്റ് ചെയ്യുകയാണ്. ആ ഗ്ലോറിയുടെ തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകട്ടെ. ആ ഗ്ലോറിയുടെ തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകട്ടെ. ഹല്ലേലൂയ. 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 അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചേ.
ഞങ്ങളോ ആ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശാ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെയാണ് ആത്മാവ് എന്നുള്ളൊരു വേർഡ് വരുന്നത്. ന്യായപ്രമാണം ഒരു സൈഡില്, ആത്മാവ് വേറൊരു സൈഡില്. നല്ലൊരു ആമീൻ പറഞ്ഞേ. ആമേൻ. ന്യായപ്രമാണത്തിന്റെ ജീവിതം ഒരു സൈഡില്, ആത്മാവിന്റെ ജീവിതം വേറൊരു സൈഡ്. വേറൊരു സൈഡില്. നല്ലൊരു ആമീൻ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ ന്യായപ്രമാണം ഒരു കുറച്ച് കല്ലിൽ കൊത്തിയ അക്ഷരങ്ങളാണ് അല്ലേ. ആ അക്ഷരങ്ങൾ നമ്മൾ വായിക്കുന്നു, നമ്മൾ അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നു, പരാജയപ്പെടുന്നു. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന് ആരെയും ജീവിപ്പിക്കാൻ കഴിയത്തില്ല, പറ്റിയില്ല. അപ്പൊ പൗലോസ് ഇവിടെ പറയും അതിന് വിരുദ്ധമായ വേറൊരു ജീവിതമുണ്ട്, ആത്മാവിലുള്ള ജീവിതം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നല്ലൊരു ആമീൻ പറഞ്ഞേ. ആമേൻ. ആമേൻ. ആത്മാവിലുള്ള ജീവിതം. ജീവിതം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയാണ് ഗലാത്യർ 5:16 വായിച്ചേ. 5:16. ഗലാത്യർ 5:16. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, ആ എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, ഇനി 18 വായിച്ചേ. 18. ആ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എല്ലാം കൂടെ കയറി കണക്ട് ആയി. അപ്പൊ ന്യായപ്രമാണം ഒരു സൈഡില്, ആത്മാവ് വേറൊരു സൈഡില്. എല്ലാവരും നല്ല ആമീൻ പറഞ്ഞു. ആമേൻ. ആമേൻ. എല്ലാവരും പറഞ്ഞു ന്യായപ്രമാണവും ആത്മാവും. ന്യായപ്രമാണവും ആത്മാവും. ഓക്കെ, പുതിയ നിയമം ഏതിന്റെ തലമാണ്? ആത്മാവിന്റെ തലമാണ്. ഹല്ലേലൂയ. ഇതിന്റെ അകത്തൊരു ന്യായപ്രമാണം കല്ലിക്കൊത്തി ഞാൻ ബ്രദറിന് തന്നില്ലെങ്കിലും ബ്രദറിന് നടക്കാൻ പറ്റും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ സ്റ്റാൻഡേർഡ് അതാണ്, ആത്മാവിന്റെ സ്റ്റാൻഡേർഡ് ആണ്. ഹല്ലേലൂയ. നല്ലൊരു ആമീൻ പറഞ്ഞേ. സ്വർഗത്തിന്റെ സ്റ്റാൻഡേർഡ് ഏതാണ്? ആത്മാവിന്റെ സ്റ്റാൻഡേർഡ് ആണ്. ന്യായപ്രമാണത്തിൽ 600ഓളം കൽപ്പനകളുണ്ട് അല്ലേ. പക്ഷെ എങ്കിലും ഒരാളെ പൂർണ്ണമായിട്ട് നയിക്കാൻ അതിന് പറ്റുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം, പക്ഷെ പരിമിതിയുണ്ട് അല്ലേ. കുറെ കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും, പക്ഷെ പരിമിതി ഒരുപാടാണ്. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന് നമ്മൾ കിച്ചണിൽ നിൽക്കുമ്പോൾ ഏത് മനോഭാവത്തിൽ നിൽക്കണമെന്ന് ചിലപ്പോൾ ന്യായപ്രമാണത്തിൽ എഴുതി തരാൻ പറ്റത്തില്ല. പക്ഷെ ആത്മാവിൽ നിന്നാൽ നീ കിച്ചണിൽ എങ്ങനെ നിൽക്കണമെന്ന് ആത്മാവ് പറയും. ആമീൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ പറഞ്ഞേ. കിച്ചണിൽ നിൽക്കുമ്പോൾ എങ്ങനെ? ന്യായപ്രമാണത്തിന് മാക്സിമം പറയാൻ പറ്റുന്നത് നിങ്ങൾ കൊലപാതകം ചെയ്യരുത്, നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത്, നിങ്ങൾ അന്യനെ മോഹിക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത്രയും പറ്റും. പക്ഷെ നിങ്ങൾ ബസ്സിൽ കയറുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളത് അറിയത്തില്ല. ഹല്ലേലൂയ. ഏത് റൂട്ടിൽ യാത്ര ചെയ്യണമെന്നുള്ളത് അതിൽ എഴുതി വെച്ചിട്ടില്ല. ഇതിനെല്ലാം വിളിക്കുന്ന പേരാണ് ബീയിങ് ലെഡ് ബൈ ദ സ്പിരിറ്റ്. എല്ലാവരും പറഞ്ഞേ, ബീയിങ് ലെഡ് ബൈ ദ സ്പിരിറ്റ്. അപ്പം മലയാളത്തിലൊരു പ്രശ്നം പറ്റി. അവിടെ എഴുതിയിരിക്കുന്നത് ആത്മാവിനെ അനുസരിച്ചെന്നുള്ളൊരു വേർഡാണ്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ബീയിങ് ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരാൾ എന്നെ ഉന്തിക്കൊണ്ട് പോയാൽ എങ്ങനെ ഇരിക്കും? ഇപ്പം ഞാനിങ്ങനെ നിൽക്കുന്നു, എന്നെ ഒരാൾ ഒരു സൈഡിലേക്ക് തള്ളുന്നു. ഇപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, വർഷിപ്പിൻ്റെ ഇടയിൽ പെട്ടെന്ന് എന്തോ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു. എൻ്റെ കണ്ണ് ആരോ ഒരാൾ തുറന്നു. അത് ന്യായപ്രമാണത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. അതുപോലും ആത്മനിയന്ത്രണത്തിൽ വരും. ഹല്ലേലൂയ. ഇംഗ്ലീഷ് ബൈബിൾ എന്തോ എഴുതിയിരിക്കുന്നത്? 5:18. ഇഫ് യു ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ്. ഒരാള് എൻ്റെ കൈ ഒന്ന് പിടിച്ചേ ബ്രദറെ, ആ മൈക്ക് അവിടെ വെച്ചിട്ട്. ബ്രദർ ആത്മാവാണെങ്കിൽ എന്നെ വലിച്ചോണ്ട് പോയിക്കേ. അതായത് ഞാനിങ്ങനെ നിൽക്കുന്നേ, ഒരു മിനിറ്റ് ഞാനിങ്ങനെ നിൽക്കുക, ഒന്ന് ആഞ്ഞു വലിച്ചേ. ഞാൻ ഉദ്ദേശിക്കാത്തൊരു ദിശയിലേക്ക് പോയി. ഹല്ലേലൂയ. അത് ഞാൻ അറിയാതെ തന്നെ എൻ്റെ അകത്തുനിന്നൊരു തള്ളൽ. ഇരുന്നാട്ടെ. എൻ്റെ അകത്തുനിന്നൊരു പുഷിങ് വരികയാണ്. ആ പുഷിങ്ങിന്റെ പേരാണ് ലെഡ് ബൈ ദ സ്പിരിറ്റ്. എല്ലാവരും ഒന്ന് ആമീൻ പറഞ്ഞേ. ആ പുഷിങ്ങിന്റെ പേരാണ് ലെഡ് ബൈ ദ സ്പിരിറ്റ്. ഹല്ലേലൂയ. ജോഷ് ബ്രദറെ, നമ്മൾ ഇനി എങ്ങനെ നയിക്കപ്പെടേണ്ടത്? ലെഡ് ബൈ ദ സ്പിരിറ്റ്. ചിലയിടത്തേക്ക്, ചില ദേശങ്ങളിലേക്ക് നമ്മളെ ദൈവം ലീഡ് ചെയ്യുക. ഹല്ലേലൂയ. ഇത് എന്റെ അവകാശമാണെന്നൊരു മനോഭാവം വരണം. ഈ ലെഡ് ബൈ ദ സ്പിരിറ്റ് എന്നുള്ളത്
ദൈവദാസന്മാർക്ക് മാത്രമുള്ളതല്ല, ഇത് നിങ്ങളും അങ്ങനെ ആയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ വൈകിട്ട് നടന്നൊരു സംഭവം ഞാൻ പറയാം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പെരുമഴയാ. എന്തുവാ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പെരുമഴയാ. പക്ഷെ ദൈവാത്മാവ് എന്നെ കൊണ്ട് എന്തൊക്കെ എടുപ്പിച്ചു വെച്ചമ്മ? വലിയ സ്പീക്കർ, ഇവനറിയാം അല്ലേ, വലിയ സ്പീക്കർ ബാലരാമപുരത്ത് പോവാൻ. ഹല്ലേലൂയ. ആ ഗ്രാമത്തിൽ പോകാൻ വേണ്ടി എന്തൊക്കെ എടുപ്പിച്ചു? വലിയ സ്പീക്കർ. ഇന്ന് വരെ ഞാൻ എടുത്തിട്ടില്ല. വലിയ അറിയാതെ എടുക്കുക, കൈ പോവാ. ഞാൻ വിചാരിച്ചു എനിക്ക് ഒട്ടായതാണോ? കാരണം ബാലരാമപുരത്ത് പോകാൻ എനിക്ക് മൈക്ക് മാത്രം മതി, ഈ വലിയ സ്പീക്കർ വേണ്ട, ഈ കൊച്ചു സ്പീക്കർ മാത്രം മതി. പക്ഷെ ഞാൻ അറിയാതെ വലിയ സ്പീക്കറിലേക്ക് എൻ്റെ കൈ പോവുക. എന്നിട്ട് ഈ മിക്സറ്, ഇത് ക്യാമറ, ഇന്ന് വരെ ഞാൻ അവിടെ കൊണ്ടുപോയിട്ടില്ല. ക്യാമറ എല്ലാം എടുത്തു വെക്കുക. എന്നിട്ട് ഞാൻ ഇറങ്ങാൻ നേരം 5 മണിയായപ്പോൾ പപ്പയോട് പറഞ്ഞു, പപ്പ ഇന്ന് മീറ്റിംഗ് കൺവെൻഷൻ പോലെ വെളിയിലോട്ടാ. പപ്പ ഉടനെ പറഞ്ഞു, എടാ മഴയാ. ഞാൻ പറഞ്ഞു, പപ്പ മഴയാണ്, പക്ഷെ ഞാൻ കേൾക്കുന്നല്ലോ. എന്നെ പുഷ് ചെയ്യുന്നത് അങ്ങനെ. ഹല്ലേലൂയ. എന്നിട്ട് പപ്പ അത്രയും പറഞ്ഞു. പിന്നെ എന്റെ പുറത്തെ കണ്ണ് കാണുന്നതും എന്തുവാ? മഴയാ. പക്ഷെ അകത്തെ ചെവി എന്തുവാ കേൾക്കുന്നേ? അകത്തെന്തുവാ തള്ളല് വരുന്നേ? എടാ എല്ലാം എടുത്തു വെക്കും, എല്ലാം കൈയൊക്കെ പോവും അറിയാതെ. ഇതെല്ലാം എടുത്തു വെക്കും, എല്ലാം എടുത്തങ്ങ് വെച്ചു. വണ്ടി അവിടെ എത്തി. ബാലരാമപുരത്തെ വീട്ടിൽ പോയി ഞാൻ നിൽക്കുക, സെൻസിങ് നോക്കുക. സെൻസിങ് നോക്കിയിട്ട് ശരിയാ, അവിടെ ആകെ നനഞ്ഞു കിടക്കുക. നമ്മുടെ അവിടുത്തെക്കാളും മഴ പെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അകത്തേക്ക് പോകാൻ വേണ്ടി തിരിയുകയാണ്. അകത്തേക്കല്ല, പോകാൻ പറ്റുന്നില്ല. ഞാൻ കുറെ നേരം പുറത്ത് കിടന്ന് കളിക്കുക. ഞാൻ അമ്മ കണ്ടെന്ന് തോന്നുന്നു. ഞാൻ അകത്തോട്ട് കാല് ഇത് ഏത് പ്രമാണത്തിൽ എനിക്ക് എഴുതി തരാൻ പറ്റും? ഏത് പ്രമാണത്തിൽ എനിക്ക് എഴുതി തരാൻ പറ്റും? ഇന്ന് ബാലരാമപുരത്ത് നീ സുവിശേഷം അറിയിക്കേണ്ടത് വെളിയിലോട്ടാണ്, ഇനി അകത്തല്ല. കൺവെൻഷൻ പോലെ വെളിയിലോട്ട് നടത്തണം. ഇത് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. അപ്പം നീ ന്യായപ്രമാണത്തിന്റെ മുകളിൽ പോയാൽ അതിന്റെ പേരാണ് ആത്മാവിലുള്ള ജീവിതം. ന്യായപ്രമാണത്തിന്റെ സ്റ്റാൻഡേർഡിന്റെ 1000 അടി മുകളിൽ, താഴെയല്ല. ഈ ചിലരുണ്ടല്ലോ, ഉപദേശം ഇല്ല, ന്യായപ്രമാണം ഇല്ല എന്ന് കേൾക്കുമ്പോ ഇവര് ചിന്തിക്കും, ഇത്ര ഉപദേശം ഇല്ലാത്തവര്. ഉപദേശത്തിന്റെ 1000 അടി മുകളിലാണ് നിന്റെ ജീവിതം. ഇങ്ങനാണ് ആദാം ജീവിച്ചത്. ആദാമിന് പാപം ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞ പാപം അറിയാത്തവനെ. യേശുവിനെ കുറിച്ച് പറയാ, കൊരിന്ത്യർ ലേഖനം 5:8-9 ആണ്. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടവന്. ഹല്ലേലൂയ. അപ്പോ എല്ലാരും പറഞ്ഞ ആത്മാവിൽ നയിക്കപ്പെടുക, ആത്മാവിലുള്ള ജീവിതം. ശബ്ദം ഉയർത്തി രാമീം പറഞ്ഞേ, ആത്മാവിലുള്ള ജീവിതം എന്റെ ജീവിതമാകാൻ പോകുകയാണ്. ഇന്നു മുതൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് പറ്റാതെയാകും. ചില കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ ബുദ്ധി നോ പറഞ്ഞാലും നിങ്ങൾ യെസ്സിലേക്ക് പോകും, അറിയാതെ ചെയ്തു പോകും. സംഭവിച്ചത് ഇന്നലെ ഞങ്ങൾ അവസാനം അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ആ സാഹചര്യത്തിൽ ഞാൻ ജഡിക മനുഷ്യനാണെങ്കിൽ ഞാൻ അകത്തേക്ക് അറിയാതെ കയറിപ്പോകും. പക്ഷെ ആത്മാവ് എഴുന്നേപ്പിച്ച് നിൽക്കുന്നത് കൊണ്ട് പറ്റുന്നില്ല. എല്ലാവരും പറഞ്ഞ പറ്റുന്നില്ല. പാപം ചെയ്യാൻ പറ്റുന്നില്ല. റോങ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഇന്നലെ വെളിയിൽ മീറ്റിംഗ് നടത്തി. ഒരു തുള്ളി മഴ പെയ്തോ? പപ്പ തിരിച്ചു വന്നപ്പോ ഹാപ്പിയായി. ഹല്ലേലൂയ. പപ്പ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് ചെയ്യണമെന്നുള്ളതാണ്. അപ്പൊ ബുദ്ധിപരമായ കാര്യങ്ങൾ എനിക്ക് ഞാനും അത് കേൾക്കണം. പക്ഷെ ആ ബുദ്ധിയുടെ മുകളിൽ ആണ് ആത്മാവ്. ബുദ്ധിയുടെ മുകളിലാണ്, താഴെയല്ല. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് ആത്മാവില്ലേ നിങ്ങൾ ബുദ്ധി ജീവിച്ചോണം. ബുദ്ധിഹീനനായി ജീവിക്കുന്നതിലും നല്ലതാണ് ബുദ്ധി ജീവിക്കുന്നത്. ബുദ്ധി ഉള്ളതിലും നല്ലതാണ് ആത്മാവിൽ ജീവിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ബുദ്ധിഹീനതയിലും നല്ലത് ബുദ്ധി ജീവിക്കുന്നു, ബുദ്ധിയിലും നല്ലത് ആത്മാവിൽ.
അത് നിങ്ങളൊന്ന് ഏറ്റെടുക്കണം. ഇന്ന് ഈ മിനിറ്റിൽ അതൊന്ന് ഏറ്റെടുത്തോണ്ട് പോയിക്കേ. ഓ റഖല ശെതിയ ഓ സിയ റഹശസിയ റേഹിയ ലഹിയ. ഇന്ന് ദൈവം നിങ്ങളെ നയിക്കും. ഇന്ന് സായാഹ്നത്തിൽ ദൈവം നിങ്ങളെ ചിലതിലേക്ക് നയിക്കും. ദൈവം നിങ്ങളെ ചിലതിലേക്ക് തള്ളിവിടും. പരിശുദ്ധാത്മാവ് നിങ്ങളെ ചിലതിലേക്ക് തള്ളും. ആ തള്ളലിൽ ജീവിച്ചാൽ മതി. വേറൊരു കാര്യം ചെയ്യാൻ കഴിയാത്തതുപോലെ ഒരു തള്ളൽ വരാൻ പോവുകയാണ്. ഈ ചർച്ചിൽ ഒരാൾ കയറിയാൽ ആ തള്ളൽ അവർ ലോണാകും. ഈ ചർച്ചിൽ ഒരാൾ കയറിയാൽ ആ ഉന്തൽ, ആ തള്ളൽ, ആ ഉന്തൽ അവരുടെ ജീവിതത്തിൽ സ്വിച്ച് ഓൺ ആകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലൊരു ഭാഗ്യം വേറെ ഇല്ല. ഹല്ലേലൂയ. ആ സമയത്ത് നിങ്ങളുടെ ബുദ്ധിയും ജഡമനുഷ്യനെയും നല്ല കാര്യം ചെയ്യുന്ന മനുഷ്യനെയും ഓഫ് ചെയ്യണം. ആ സമയത്ത് ആത്മാവ് പറഞ്ഞത് ചെയ്യണം. എല്ലാവരും പറഞ്ഞ ആത്മാവ് പറഞ്ഞത് ചെയ്യണം. എല്ലാവരും പറഞ്ഞ ആത്മാവ് പറഞ്ഞത് ചെയ്യണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലും അത് ഓണായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ശോഭനയുടെ വീട്ടിൽ ചെന്നപ്പം പറയുക, ആന്റി എന്നോട് ഇതുവരെ പറഞ്ഞില്ല, പക്ഷെ ഈ ദിവസങ്ങളിൽ ചിലരുടെ മേൽ കൈവെക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ സൗഖ്യമാകുന്നുണ്ട്. ഇന്നലെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നേ. ആന്റി 1 മാസമായിട്ടുള്ള ഇവിടെ നിൽക്കുന്നു. ഇന്നലെ ഹസ്ബൻഡിന് വേണ്ടി എങ്ങാണ്ട് ചുമ്മാ ഒരു വേദന എന്ന് പറഞ്ഞു പോയി പ്രാർത്ഥിച്ചു, സൗഖ്യം അറിയാതെ. എന്നിട്ട് ആന്റി ഒരു കാര്യം കൂടെ പറഞ്ഞു, ഹസ്ബൻഡ് വയ്യാതെ അവിടെ കണ്ടിരിക്കുമായിരുന്നു. ആന്റിക്ക് അത് തോന്നുക, എൻ്റെ ഹസ്ബൻഡ്, ആന്റി പറഞ്ഞു എന്നോട് പറയുക, എനിക്ക് വയ്യ. ഞാൻ ഉടനെ പോയി ചോദിച്ചെന്ന്, എന്തെങ്കിലും വയ്യാഴികയുണ്ടോ ഹസ്ബൻഡ് കരയാൻ? ഹല്ലേലൂയ. ഇത് ആക്സിഡന്റ് അല്ല, ഇത് ഈ റലത്തിന്റെ പ്രത്യേകതയാണ്. നിങ്ങൾ ജഡീക ചർച്ചയിൽ 1000 ദിവസം ഇരുന്നാലും ഇത് ഓണാകത്തില്ല. ഇവിടെ ഞങ്ങൾ അഭിഷിക്തന്മാർ ആത്മാവിൽ നിൽക്കുന്നത് കൊണ്ട് ഇത് ഞങ്ങൾ പോലും അറിയാതെ റിലീസ് ആകുന്നുണ്ട്. ഈ അന്തരീക്ഷത്തിൽ ഇത് ഓണാകുന്നുണ്ട്. ഇതിലാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ ആത്മാവിലുള്ള ജീവിതം ഓണായി കഴിഞ്ഞു. നല്ലൊരു ആമീൻ പറഞ്ഞു. ഹല്ലേലൂയ. ആത്മാവിലുള്ള ജീവിതം ഓണായി. ഹല്ലേലൂയ. ഇന്ന് കർത്തൃമേശ സമയത്തും ദൈവാത്മാവ് എന്നെ നയിച്ച വാക്യം അത് തന്നെ, ആത്മാവിൽ ജീവിക്കാൻ പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ ജീവിച്ചാൽ മഴയുണ്ടോ മഴയില്ലെന്ന് പോലും നിനക്ക് അറിയാൻ പറ്റും. ആത്മാവ് സകലത്തെയും ആരായുന്നു, താൻ ആരാലും വിധിക്കപ്പെടുന്നില്ലല്ലോ. എല്ലാവരും പറഞ്ഞു ആത്മാവിനെല്ലാം അറിയാം. നിങ്ങൾ ആത്മാവിൽ ജീവിച്ചാൽ നിങ്ങൾ തോൽക്കത്തില്ല, തോൽവിയുടെ മുകളിലായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ തോൽവിയുടെ മുകളിൽ പോകും. ചിലടത്തേക്ക് നിങ്ങൾ ഉന്തിക്കൊണ്ട് ആത്മാവ് പോകും. ഹല്ലേലൂയ. ചിലടത്തേക്ക് തള്ളിക്കൊണ്ട് പോകണമേ. ആത്മാവിനെ ഒന്ന് അനുവദിച്ചേ. ആത്മാവേ, ഞാൻ അതിനായിട്ട് അനുവദിക്കുന്നു. ആത്മാവേ, ഞാൻ അതിനായിട്ട് എന്നെ സമർപ്പിക്കുന്നു. ആത്മാവേ, ഞാൻ എന്നെ അതിനായിട്ട് അനുവദിക്കുന്നു. ഇനി ജസ്റ്റ് ന്യായ പ്രമാണത്തിലുള്ള ജീവിതം എനിക്ക് വേണ്ട. കഴിഞ്ഞ സീസണിൽ സഭയോട് ദൈവം പ്രസംഗിക്കാൻ പറഞ്ഞ എന്തുവാണെന്നറിയാമോ? നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. കത്തോലിക്ക സഭ ഒരിടത്തോട്ട് വരുന്നു, നല്ലൊരു ആശുപത്രി പണിയുന്നു, പാവപ്പെട്ടവരെയൊക്കെ എടുത്തുകൊണ്ട് വരുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യുക. അത് തെറ്റല്ല. ഞാൻ പറഞ്ഞു, ബുദ്ധി ഇല്ലാത്തതിലും നല്ലത് ബുദ്ധിയുള്ളതാണ്. പക്ഷെ അതിലും ഹല്ലേലൂയ. യോഹന്നാൻ എന്തോ പറഞ്ഞ, എന്നിലും വലിയവൻ. അപ്പൊ ഓരോ ഡയമെൻഷനേക്കാളും വലിയൊരു ഡയമെൻഷൻ ഉണ്ട്. ഈ എൻഡ് ടൈം സീസണിൽ ദൈവം ആഗ്രഹിക്കുന്ന ഡയമെൻഷൻ ഈസ് ദ സ്പിരിറ്റ് ഡയമെൻഷൻ. ദ സ്പിരിച്വൽ ഡയമെൻഷൻ. എല്ലാവരും കൈ ഉയർത്തി പറഞ്ഞു, എന്നിൽ അത് തുറക്കണമേ, എന്നിൽ അത് തുറക്കണമേ. സ്റ്റീവിൽ അത് ഇന്ന് തുറന്നു. അപ്പോസ്തലൻ ജോഷ് കൈവച്ചപ്പോ സ്റ്റീവിൽ അത് തുറന്നില്ലേ? ഹല്ലേലൂയ. സ്റ്റീവ് നമ്മുടെ ശുശ്രൂഷ കടന്നതിന് ശേഷമാണ് ദർശനം കാണാൻ തുടങ്ങിയത്. ശരിയല്ലേ? ഇപ്പൊ ദർശനം കാണുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. സൂം മീറ്റിംഗ് ഇച്ചിരി കുറഞ്ഞപ്പോഴത്തേക്കും ആളുടെ ദർശനം ഇച്ചിരി ഒന്ന് ഡൗൺ ആയി. ഹല്ലേലൂയ. പലരും ചോദിക്കുന്നുണ്ട് സൂം മീറ്റിംഗ്. ശോഭനാന്റിയും കഴിഞ്ഞ ദിവസം ചോദിച്ചു, എന്നാണ് സൂം മീറ്റിംഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ദൈവം നാളെ പറഞ്ഞ നാളെ തൊട്ട് ചെയ്യാം. ഹല്ലേലൂയ. ദൈവം എപ്പോഴും റീസ്റ്റോറേഷന്റെ ദൈവമാണ്.
ഒരിക്കൽ ഇസ്രായേൽ തെറ്റ് ചെയ്തെന്നും പറഞ്ഞു എന്നേക്കുമായി അങ്ങനെയൊന്നുമില്ല. 70 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുത്തും. അപ്പൊ ദൈവം ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. ആദ്യം പറഞ്ഞു നിനവെ പട്ടണത്തെ ഞാൻ നശിപ്പിക്കാൻ പോകുന്നു. 5 മിനിറ്റ് കഴിഞ്ഞ് അവർ മാനസാന്തരപ്പെട്ടപ്പോ യോനെ ഇങ്ങി വാ, ഞാൻ നശിപ്പിക്കുന്നില്ല. ദൈവം പ്രവചനത്തെ മാറ്റിപ്പറയും, തിരുത്തി പറയും. നിങ്ങൾ മാറിയാൽ, വ്യക്തി മാറിയാൽ ദൈവം മാറും. അതുകൊണ്ടാണ് ഞങ്ങൾ ചില തെറ്റുകൾ വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ജോഷ് ബ്രദറിന് കുറച്ചും കൂടെ അതിലാണ് മുൻഗണന കൊടുക്കുന്നത്. ഞാനങ്ങനെ ഒരുപാട് വ്യക്തികളുടെ പേര് എഴുതിയുള്ള പ്രാർത്ഥനയൊന്നും എനിക്കില്ല. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹമാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് റോങ് ആയിട്ട് പോയവർ അവർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ കൂടുതൽ അദ്ദേഹം പ്രാർത്ഥിക്കുക. എൻ്റെ റൂട്ട് വേറെയാണ്. ഞാൻ വെളിപ്പാടിൻ്റെ പുറകെ നിൽക്കുന്ന ആളാണ്. ഞാനിങ്ങനെ ഓരോ വിഷയം എന്ന് പറഞ്ഞിരിക്കാറില്ല. പക്ഷേ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ദൈവം ആ കൃപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കൃപയുള്ളവരെ ഞാനത് ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പേര് എഴുതി വെച്ചാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഞാനും അദ്ദേഹം ഒരു റൂട്ടിലല്ല സഞ്ചരിക്കുന്നത്, ഒരു 2 റൂട്ടിലാണ്. പക്ഷെ അത് രണ്ടും ഗ്ലോറിക്കകത്തേക്ക് വരികയാണ്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ രണ്ടും കൂടെ മെർജ് ആകുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അപ്പം ഒരു വ്യക്തിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞാൽ ദൈവം മനസ്സ് മാറ്റും. ഒരു വ്യക്തിയിൽ മാനസാന്തരം ഉണ്ടായാൽ, ഒരു മനസ്സ് തിരിഞ്ഞാൽ ദൈവം പെട്ടെന്ന് തിരിഞ്ഞു കളയും. ഹല്ലേലൂയ. അപ്പോൾ നമ്മളും കൂടെ തിരിയണം. അപ്പോൾ നമ്മളെല്ലാവരും തിരിയണം. ഈ ദൈവം തിരിയുമ്പം കൂടെ തിരിയണം. എല്ലാവരും പറഞ്ഞ ദൈവം തിരിയുമ്പം കൂടെ തിരിയണം. ദൈവം മനസ്സ് മാറ്റുമ്പോൾ കൂടെ മനസ്സ് മാറ്റണം. ദൈവം മനസ്സ് മാറ്റുമ്പോൾ കൂടെ മനസ്സ് മാറ്റണം. യോനയ്ക്ക് പറ്റിയ അബദ്ധം ഞാൻ പറയാം. കർത്താവേ, ഞാൻ ഇന്നലെ പ്രവചിച്ചതാ, നശിപ്പിച്ചേ പറ്റൂ. അങ്ങനെ പറയരുത്. അവരിവിടുന്ന് വിട്ടുപോയതാ, അവർക്ക് ഒരിക്കലും തിരിച്ചു വരാൻ അങ്ങനെ പറയരുത്. ദൈവം മനസ്സ് മാറ്റിയാൽ നമ്മൾ മനസ്സ് മാറ്റണം. ആത്മാവ് ഒരു ദിശയിലേക്ക് തിരിഞ്ഞാൽ നമ്മൾ ആ ദിശയിലേക്ക് തിരിയണം. ആത്മാവിന്റെ തിരിവുകൾ പ്രവാചകനായ യോനയ്ക്ക് പോലും അക്സെപ്റ്റബിൾ ആയില്ല. യോന പറഞ്ഞു, ഞാൻ ഇന്നലെ പ്രവചിച്ചത് എന്തുവാ? നിനവെ പട്ടണം നശിക്കണം. നീയല്ലേ എന്നെ കൊണ്ട് കഷ്ടപ്പെടുത്തി പ്രവചിപ്പിച്ചത്? അതെ, പക്ഷെ നീ മാറ്റി പറയണം. കാരണം എന്താ ദൈവമേ? അവര് 8-ലും വെണ്ണീറിലും ഇരുന്ന് മാനസാന്തരപ്പെട്ടപ്പോ ഞാനും തിരിഞ്ഞു. ഞാൻ തിരിയുമ്പോൾ എന്റെ അഭിഷിക്തനും തിരിയണം. This is called being led by the Spirit. Being led by the Spirit. Being led by the Spirit. ചിലരുടെ ഹൃദയം ഭയങ്കര കട്ടിയാ. പക്ഷെ അഭിഷിക്തന്മാരുടെ ഹൃദയം, അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നയിക്കുന്നവരുടെ ഹൃദയം കട്ടിയാകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും ഞങ്ങൾ കട്ടിയല്ല. ചിലർ ചിന്തിക്കും ഞാൻ ഒത്തിരി കട്ടിയാണോന്ന്. ഞാൻ കട്ടിയല്ല. ദൈവം എന്നോട് ഒരു കാര്യം മാറ്റാൻ പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു കളയും. ബ്രദറിനറിയാം, അത് എൻ്റെ അടുത്ത് നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് എന്നെ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. സ്ട്രിക്റ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ഹാർഡല്ല. നമ്മുടെ ഹൃദയം എങ്ങനെ ആയിരിക്കണം? നേർത്ത ഹൃദയമായിരിക്കണം. എപ്പോഴാ ദൈവം തിരിയുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് ദൈവം ശപിച്ച ഒരാളെ നാളെ നമ്മുടെ വാഗൊണ്ട് അനുഗ്രഹിക്കാൻ പറയും. റെഡിയാണോ? റെഡി ആയിരിക്കണം. അതിന്റെ പേരാണ് ആത്മാവിന്റെ തിരിവുകൾ. ലീഡിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നല്ലൊരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോ ദൈവം റീസ്റ്റോറേഷന്റെ ദൈവം. ഒരു ആളിനെയും ദൈവം എന്നേക്കുമായി തള്ളിക്കളയത്തില്ല. അങ്ങനെയില്ല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരെന്ന് കർത്താവിന്റെ സെൻസിലേക്ക് തിരിച്ചു, ദൈവം അവരെ തിരിച്ചെടുക്കും. നല്ല ആമീൻ പറഞ്ഞേ. അപ്പൊ നമ്മൾ അവരെ പാപിയെന്നും പറഞ്ഞ് എന്ത് ചെയ്യരുത്? കളയരുത്. നമ്മുടെ സഭകൾക്ക് പറ്റുന്ന ഒരു അബദ്ധം. ഹല്ലേലൂയ. നമ്മൾ ഒരാളെ പാപിയെന്ന് കണ്ടാൽ പിന്നെ എന്നും അവര് നിനവെ പട്ടണം അത് പാപിയാ, അത് പാപിയാന്നേൽ അവര് മാനസാന്തരപ്പെട്ട നമ്മൾ തിരിഞ്ഞോണം. നമ്മളൊരു യോനയാകരുത്. നമ്മളൊരു യോനാ പ്രവാചകൻ ആകരുത്. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹല്ലേലൂയ. എപ്പോഴും ഒരു അഭിഷിക്തൻ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളും ഫ്ലെക്സിബിൾ ആയിരിക്കണം. ദൈവ ശബ്ദത്തിന് വേണ്ടി അല്ലേ?
അതുകൊണ്ടല്ലേ ആദ്യം ഏഷ്യക്ക് പോകാനിരുന്ന പൗലോസിനോട് പെട്ടെന്ന് രാത്രി ദൈവം പറയും മക്കദോന്യയ്ക്ക് വാ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ അല്ലേ? പുള്ളി പ്രാർത്ഥിക്കാതെ എടുത്ത ഡിസിഷൻ അല്ലല്ലോ ഏഷ്യയിലോട്ട് പോകണമെന്ന്, പ്രാർത്ഥിച്ചൊക്കെ തന്നെ ആയിരിക്കും എടുത്തത്. പക്ഷെ രാത്രി കടന്നപ്പോൾ ഒരു സ്വപ്നം, മോനെ ഏഷ്യയെക്കാളും ഇപ്പോൾ എൻ്റെ ഹൃദയം മക്കദോന്യയിലേക്ക് തിരിയുന്നു. മക്കദോന്യയിൽ നിന്നൊരു മനുഷ്യൻ വിളിക്കുന്ന ഒരു ദർശനം പൗലോസിന് അന്ന് രാത്രി ഉണ്ടായി. അപ്പോൾ ഏഷ്യക്ക് പോകേണ്ട ആള് മക്കദോന്യയിലേക്ക് തിരിഞ്ഞു. ഈ തിരിവിന്റെ പേരാണ് ന്യായപ്രമാണത്തിന്റെ മുകളിലുള്ള ആത്മാവിലെ ജീവിതം. ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ല, അത് വായിച്ചേ. എന്ന് പറഞ്ഞാൽ അത് ന്യായപ്രമാണമായി ലഭിക്കുന്നതല്ല. വായിച്ചേ 16-ാം അധ്യായം 6-ാം വാക്യം മുതൽ, അപ്പോസ്തല പ്രവൃത്തി 16-ന്റെ 6-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചേ. അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ. ഒരു മിനിറ്റ്. വചനം പ്രസംഗിക്കരുതെന്ന് ആത്മാവ് പറയൂ. ഇതൊക്കെയാ ബ്രദറെ നമ്മുടെ കൺഫ്യൂഷൻ. വായിക്കെടുക്ക്. ഇവിടെ എഴുതിയിരിക്കുവാണ് വചനം പ്രസംഗിക്കണ്ട. ആരാ പറഞ്ഞേ? പരിശുദ്ധാത്മാവ് പറയുകയാണ് വചനം ലൈവ് വിടണ്ടെന്ന് ദൈവം പറയുവോ? അമ്മയ്ക്ക് അത് ഡൗട്ടായിരുന്നു. സൂം നിർത്താൻ ദൈവം പറയുവോ? ചിലപ്പോ പറയും. എന്റെ അമ്മയും പപ്പയും എന്നോട് പറഞ്ഞു, മോനെ നല്ല കാര്യമല്ലേ? ചില നല്ല കാര്യങ്ങൾ, അതാ ഞാൻ പറഞ്ഞത്, നല്ല കാര്യങ്ങൾ ന്യായപ്രമാണത്തിന്റെ ലെവലാണ്, ആത്മകാര്യങ്ങൾ അതിന് 1000 അടി മുകളിലാണ്. ബ്രദറെ, ചില നല്ല കാര്യങ്ങൾ ചെയ്യണ്ടെന്ന് ആത്മാവ് പറഞ്ഞാൽ അങ്ങനെ ആകുവോ? ആമീൻ പറ. അങ്ങനെ ചെയ്യുവോ? ചില നല്ല കാര്യങ്ങൾ നിങ്ങളോട് നിർത്താൻ പറയും, ചെയ്തോണം. അതാണ് ഞാൻ പറഞ്ഞത്, സ്പിരിച്വൽ സ്റ്റാൻഡേർഡ് ഈസ് മച്ച് 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 ഹയർ ദാൻ നാച്ചുറൽ സ്റ്റാൻഡേർഡ്. നാച്ചുറൽ സ്റ്റാൻഡേർഡിന്റെ 1000 അടി മുകളിലാണ് ആത്മശബ്ദം. ഈ ചെവിയിലോട്ടൊന്നോട്ട് പറഞ്ഞ ആത്മശബ്ദം എനിക്ക് കേൾക്കണം. മൈക്കി പറഞ്ഞു ആത്മശബ്ദം എനിക്ക് കേൾക്കണം. ആത്മശബ്ദം. ഈ ചെവി, എല്ലാവരുടെയും ചെവിയിലോട്ടൊന്ന് തൊട്ടെ, അതിലൊരു ആത്മശബ്ദം റിലീസ് ആകട്ടെ. അകത്തെ മനുഷ്യന്റെ ശബ്ദം, ആ ആത്മ മനുഷ്യന്റെ ശബ്ദം, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പ്രവഹിക്കുന്ന ഒരു ശബ്ദം, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളെ തള്ളുന്ന ഒരു മനുഷ്യൻ, ഒരു ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഓണാകട്ടെ. വിശ്വസിക്കുന്നോ? നിങ്ങളുടെ ഉള്ളിൽ സ്പിരിറ്റ് മൂവ്മെന്റ് ഓൺ ആകുന്നു എന്ന് ദൈവം പറയുക. നിങ്ങളെ ആഗ്രഹിക്കുന്നു, വിനായക ആഗ്രഹിക്കുന്നു, പപ്പ ആഗ്രഹിക്കുന്നു. ഈ നല്ല മനുഷ്യരുടെ പ്രശ്നമാണ്, ഇത് ആഗ്രഹിക്കത്തില്ല. ഹല്ലേലൂയ. നല്ല മനുഷ്യർ എന്ത് ചെയ്യത്തില്ല? ആഗ്രഹിക്കത്തില്ല. ചീത്ത മനുഷ്യരെക്കാൾ പ്രശ്നമാണ് നല്ല മനുഷ്യൻ. എല്ലാരും പറഞ്ഞ നല്ല മനുഷ്യനാകരുത്. കാരണം നല്ല മനുഷ്യനാണെങ്കിൽ, ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ്. നല്ല മനുഷ്യനാണെങ്കിൽ അന്ന് വചനം പ്രസംഗിക്കും. കാരണം നല്ല കാര്യം ഏതാ? പ്രസംഗിക്കണം. വചനം പ്രസംഗിക്കുന്നതാണ്. അത് പുള്ളിക്ക് അത്രേ അറിയത്തുള്ളൂ. അപ്പോൾ there is a higher dimension of knowledge of the spirit. എല്ലാരും പറഞ്ഞു എനിക്ക് സ്പിരിറ്റ് നോളജിലേക്ക് വരണം. ആഗ്രഹിക്കണം. അങ്കിളെ, അത് അങ്കിളുടെ മേൽ ഓൺ ആകുന്നു. അങ്കിളുടെ മേൽ അത് ഓൺ ആകുന്നു. സ്പിരിറ്റ് നോളജ് ഓൺ ആകുന്നു. നാച്ചുറൽ നോളജിൽ അല്ല ഇനി ജീവിക്കുന്ന സ്പിരിറ്റ് നോളജ്. അങ്കിളെന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാവരുടെ മേൽ ഓൺ ആകുകയാണ്. പ്രത്യേകമായി ദൈവാത്മാവ് ചിലരെ കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പോവുകയാണ്, സ്പിരിറ്റ് നോളജ് ഓൺ ആയാൽ നിങ്ങൾക്ക് ഞങ്ങളെ മനസ്സിലാകും, ഇല്ലെങ്കിൽ ഞങ്ങളെ മനസ്സിലാകത്തില്ല. ആദ്യം ജോൺ അനോസിക്ക പാസ്റ്ററിനെ ഞാൻ കാണുകയാണ്. ഫസ്റ്റ് ഒരു വർഷം മുമ്പാണ് ആദ്യമായിട്ട് അങ്ങേരുടെ ഒരു യൂട്യൂബ് വീഡിയോ എൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരികയാണ്. പിശാച് എന്ന് പറഞ്ഞ് ഞാൻ ഓഫ് ചെയ്തു. ഞാൻ ചെയ്തേ പിശാചെന്നും പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു? ജോൺ അനോസിക്ക പാസ്റ്ററിന്റെ വീഡിയോ കാരണം പുള്ളി എന്ത് കാരണം അലറുക. ഒരു വർഷം മുമ്പത്തെ ചരിത്രമാണ്.
കാരണം 1 വർഷം മുമ്പ് ഞാൻ ദൈവത്തിന്റെ ആ ഡയമെൻഷനിൽ കയറിയിട്ടില്ല. അതുകൊണ്ട് എനിക്കത് എന്തായിട്ട് തോന്നി, ബുദ്ധിയില് പൈശാചികമായിട്ട് തോന്നി. യൂട്യൂബ് വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോ അകത്ത് എന്തോ ഒരു വെപ്രാളം, സ്പിരിറ്റ് മൂവ് ചെയ്തു തുടങ്ങി. നീ എൻ്റെ അഭിഷിക്തനെ പൈശാചികൻ എന്ന് വിളിച്ചോ? എന്തോ ഇങ്ങനൊരു ശബ്ദം. ഞാൻ ചോദിച്ചു, ഞാൻ ആരെയും വിളിച്ചിട്ടില്ല കർത്താവേ. ഞാൻ കുരുത്തം കെട്ടുവരെയൊക്കെ വിളിക്കാറുണ്ട്, ശരിക്കും ഞാൻ കൊടുക്കാറുണ്ട്, പാരമ്പര്യക്കാരൻ. ഞാൻ ഇപ്പം ആരെയും വിളിച്ചില്ലല്ലോ. നീ എൻ്റെ അഭിഷിക്തനായ ജോൺ അനോസിക്ക് നീ എന്തോ ഇപ്പൊ ചിന്തിച്ചേ അദ്ദേഹത്തെ കുറിച്ച്? അയ്യോ, പുള്ളി പൈശാചികനല്ലേ കർത്താവേ, ഇവിടെ അലറുന്നു. ദൈവം എന്നോട് പറഞ്ഞു, 6 മാസം കഴിയുമ്പോൾ നീയും അലറും. ആമേൻ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശബ്ദം വരും അകത്തുനിന്ന്. ആ വീഡിയോ നീ ഒന്നുകൂടെ എടുത്ത് കാണടാ. ഒന്നും പിടിയില്ല, എന്തോ ദൈവം പറയുന്നു. ഒന്നുകൂടെ എടുത്ത് കണ്ടു. ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ ബുദ്ധിയെ ഞാൻ മരവിപ്പിക്കുന്നു. എന്നെ ആത്മാവിൻ്റെ ഈ തലം ഞാൻ കണ്ടിട്ടില്ല, ഈ തലത്തിലോട്ട് കയറ്റണേ എന്ന് പ്രാർത്ഥിച്ചു. പതുക്കെ എൻ്റെ സ്പിരിറ്റ് മനസ്സിലാക്കി അത് ആത്മീകമാണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തി. അപ്പോ ദൈവം ഭോഷത്വം ഉപയോഗിച്ചാണ് ഒരാളെ രക്ഷിക്കുന്നത്. ക്രൂശിൽ കിടക്കുന്ന ഒരാളെ രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ ഭോഷത്വം നമ്പർ 1. അതുപയോഗിച്ച് രക്ഷിക്കാൻ തീരുമാനിച്ചു ദൈവം. മോനെ, നിന്റെ ബുദ്ധി ആത്മാവിന് കീഴടക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ വീഡിയോ ഒന്നുകൂടെ കാണാൻ പറഞ്ഞു. കാണാൻ തുടങ്ങി. 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി. 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ റോറിങ്ങിലോട്ട് കയറി. എൻ്റെ റൂമിൽ വെച്ച്, അന്ന് ഞാൻ പാസ്റ്ററിന്റെ മെസ്സേജ് ഒന്നും കേട്ടില്ല. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് പാസ്റ്ററിന്റെ മെസ്സേജ്. വിട്ടു. ഒരു ദിവസം ഞാനിങ്ങനെ അന്യഭാഷ പ്രാർത്ഥിച്ചുകൊണ്ട് റൂമിൽ നടക്കും. ഒരു 3 മാസം കഴിഞ്ഞു. ഓപ്പണായി. ഹല്ലേലൂയ. അന്ന് തൊട്ട് എൻ്റെ അകത്ത് വാർഫെയർ ഡയമെൻഷൻ ഓണായി. അപ്പൊ ഇന്ന് നമ്മൾ ആത്മാവിന്റെ ചില ദിശകളിലേക്ക് തിരിഞ്ഞ് പോകാനായിട്ടുണ്ടെന്ന് ആത്മാവ് പറയുന്നത്. നല്ലൊരു ആമീൻ പറഞ്ഞേ. ചില ആത്മീക ദിശകളിലേക്ക് തിരിഞ്ഞാൽ ദൈവത്തിന് നിങ്ങളെ ഓരോരുത്തരെ ഉപയോഗിക്കാൻ പറ്റും. ജോസങ്ങളിനെ ഉപയോഗിക്കാൻ പറ്റും. ശോഭനാന്റിയെ, സുനിലാന്റിയെ, രാധമ്മാന്റിയെ, അംബിക, എല്ലാരെയും ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആത്മാവിന്റെ ദിശയിലേക്ക്. അല്ലേ നമുക്കൊരു ചർച്ച് നടത്തിക്കൊണ്ട് പോകാം, പക്ഷെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും അതിൻ്റെ അത് നടക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ സ്പിരിച്വൽ ഡയമെൻഷൻ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, സ്പിരിച്വൽ ഡയമെൻഷൻ. സ്പിരിച്വൽ ഡയമെൻഷനിൽ ഈ കീബോർഡെ ഞാൻ തൊടുന്ന പോലെ ദൈവം എനിക്ക് റിയൽ ആകും, ദൂതന്മാർ എനിക്ക് റിയൽ ആകും. ഈ മൊബൈൽ ഫോൺ ഞാൻ പിടിക്കുന്നത് പോലെ എനിക്ക് ആത്മീക കാര്യങ്ങൾ റിയൽ ആകും. എല്ലാവരും പറഞ്ഞേ, റിയാലിറ്റി. ഇന്ന് മുതൽ ഞാൻ റിയാലിറ്റിയിൽ നടക്കാൻ പോകുന്നു. ഒരു കെട്ടുകഥയിലല്ല, റിയാലിറ്റി ഓഫ് ദ സ്പിരിറ്റ്. എല്ലാവരും പറഞ്ഞേ, റിയാലിറ്റി ഓഫ് ദ സ്പിരിറ്റ്. റിയാലിറ്റി ഓഫ് ദ സ്പിരിറ്റ്. അത് ഓണാകാൻ ദൈവം ആഗ്രഹിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ. ഡയമെൻഷനിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മുടെ ജീവിതം ടോട്ടലി ദൈവം മാറ്റി എഴുതും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സത്യമായിട്ടും പറയാം, എല്ലാവരും ഡയമെൻഷനിൽ കയറിയാൽ ഒരു ഉപദേശം പോലും പറയേണ്ടാത്ത വിധത്തിൽ നമ്മുടെ ചർച്ച ആകും. പിന്നെ ഇവിടെ വരുന്ന എന്തോന്ന് അറിയോ? വരുമ്പോഴേ ദൂതന്മാരുമായിട്ട് ടാറ്റ, ഹായ്, എന്തുകൊണ്ട് ദൂത, ഇതൊക്കെ ആയിരിക്കും നമ്മൾ. നിങ്ങൾ ചിന്തിക്കുന്നത് ഉപദേശം ഇല്ലെങ്കിൽ ബ്രദറെ ഞങ്ങൾ പിന്നെ ഇവിടെ വന്നിട്ട് വായി നോക്കിയിരിക്കണോ? ഉപദേശം ഇല്ലെങ്കിലാണ് ഗ്ലോറി റലത്തിന്റെ ബിസിനസ് തുടങ്ങുന്നത്. ഈ ഉപദേശം കാരണം ഗ്ലോറി നമുക്ക് ഓണാക്കാൻ സമയം കിട്ടുന്നില്ല. കഴിഞ്ഞ 2-3 ആഴ്ച അങ്ങനെ സമയം പോയി പകുതി. ഹല്ലേലൂയ. അപ്പൊ ഉപദേശം ഇല്ലാത്ത ഒരു പോയിന്റില്, ഉപദേശം ഇല്ലാത്തല്ല, ഉപദേശത്തിന്റെ ആവശ്യമില്ലാത്ത ഒരു, എല്ലാവരും പറഞ്ഞു, ഉപദേശത്തിന്റെ ആവശ്യമില്ലാത്ത ഒരു തലത്തിലേക്ക് ഞാൻ.
ഈ മഹത്വതലത്തിൽ ഉപദേശമില്ലാത്ത തലത്തിലേക്ക് പോയാൽ മാത്രമേ ഈ കാര്യങ്ങൾ ഓണാകത്തുള്ളൂ എന്ന് ദൈവം പറയുന്നു. നമ്മൾ ഉപദേശത്തിന്റെ റൂട്ടിൽ നിന്നാൽ നമ്മൾ താഴോട്ട് പോകേണ്ടി വരും. പക്ഷെ വേറൊരു പോയിന്റ് പറയാം, നമ്മൾ ഗ്ലോറി നിന്നാലേ ഉപദേശം ഇല്ലാതാക്കാനും പറ്റത്തുള്ളൂ. ഇല്ലേ ചില സമയം നമുക്ക് ഉപദേശം കൊടുക്കേണ്ടതായിട്ട് വന്നു പോകുകയാണ്. ഹല്ലേലൂയ. മഹത്വത്തിൽ ആഘോഷിക്കുന്ന ഒരാൾ ഹല്ലേലൂയ പിശാചിനെ ഒന്ന് എതിർക്കാനും കൂടെ പഠിച്ചാൽ ഹല്ലേലൂയ, ഇതിന്റെ അകത്തൊരു ആനന്ദമാണ്.